ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് VHS വിൻറ്റേജ് എഫക്റ്റ് പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യുക. പ്രീമിയറിൻ്റെ പ്രൊജക്റ്റ് ഫയലും അതുപോലെ ഓവർലേൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലാണ് ഞാൻ VHS എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റ് പാനലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ന്യൂ ഐറ്റം സെലക്ട് ചെയ്ത ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ട്രാക്കിൽ പ്ലേസ് ചെയ്യാം. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൂമെട്രിക് കളർ പാനലിൽ ബേസിക് കറക്ഷൻസിൽ വൈറ്റ് ഒരു -15 സെറ്റ് ചെയ്യുക. അതുപോലെ ബ്ലാക്ക് 15 സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് എടുക്കുക. അതിനകത്ത് ഫെയ്ഡഡ് ഫിലിം 50 സെറ്റ് ചെയ്യാം. അതുപോലെ ഷാർപ്നെസ് -25 സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ നേരെ എഫക്ട്സിൽ പോവുക. എന്നിട്ട് ചാനൽ ബ്ലർന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ചാനൽ ബ്ലർ എഫക്റ്റ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് റെഡിൻ്റെ ബ്ലർനെസ് നമ്മൾ 20 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലർ ഡയമെൻഷനിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ സെലക്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പാടില്ല. ഞാനിവിടെ വെർട്ടിക്കൽ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയാൽ ഇവിടെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് നമ്മുടെ ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറിൽ ഫുള്ള് കളറിൻ്റെ ഒരു വേരിയേഷൻ കാണാം. അത് കളയാനായിട്ട് നമുക്കിവിടെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ എഡ്ജൊക്കെ ക്ലിയർ ആയിട്ട് വരും. ഇനി ഒന്നുകൂടെ ചാനൽ ബ്ലർ എഫക്റ്റ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇപ്രാവശ്യം ബ്ലൂവിൻ്റെ ബ്ലർനെസ് 20 സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നോക്കിയാൽ ബ്ലർ ഡയമെൻഷനിൽ നമ്മൾ നേരത്തെ ഏതാണ് കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുക. നേരത്തെ വെർട്ടിക്കൽ കൊടുത്തുകൊണ്ട് ഞാനിവിടെ ഹൊറിസോണ്ടൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ടിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ എഫക്ട്സിൽ പോവുക. എന്നിട്ട് നോയിസ്ന്ന് സെർച്ച് ചെയ്യാം. അതിനകത്ത് നോയിസ് ആൻഡ് ഗ്രെയിൻസ് എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് നോയിസ് എഫക്റ്റ് കാണാം. അത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ വാല്യൂ ഒരു 5 സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എഫക്ട്സിൽ പോവുക. എന്നിട്ട് മൊസൈക്ക് എന്നുള്ള എഫക്റ്റ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ എഫക്റ്റ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് നേരെ എഫക്ട്സ് കൺട്രോളിൽ പോവുക. എന്നിട്ട് അവിടെ ഹൊറിസോണ്ടൽ ബ്ലോക്സ് നമുക്കൊരു 854 കൊടുക്കുക. അതുപോലെ വെർട്ടിക്കൽ ബ്ലോക്സ് 480 കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ റെസൊല്യൂഷൻ കുറവാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. റെസൊല്യൂഷൻ കുറഞ്ഞ സീക്വൻസിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഫുൾ HD സീക്വൻസിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊസൈക്ക് എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്യേണ്ടി വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എഫക്ട്സിൽ പോവുക. എന്നിട്ട് അൺഷാർപ്പ് മാസ്ക് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ എഫക്റ്റ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ എമൗണ്ട് 100 സെറ്റ് ചെയ്യാം. അതുപോലെ റേഡിയസ് 30 സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രൊജക്റ്റ് പാനലിൽ പോവാം. എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ എഫക്ട്സിൽ പോവാം. അതിനുശേഷം വേവ് റാപ്പ്ന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ എഫക്റ്റ് നമ്മുടെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ എടുക്കുക. അതിനകത്ത് വേവ് ടൈപ്പ് നോയ്സ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ വേവ് ഹൈറ്റും വേവ് വിഡ്ത്തും 4 സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഡയറക്ഷൻ 0 സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഒരു ഇൻ്റർലൈസ്ഡ് ഫുട്ടേജിൻ്റെ എഫക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മളിത് വെക്കുക. ഇനി നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം.
ഇനി നമ്മൾ പ്രൊജക്റ്റ് പാനലിൽ പോയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നേരെ എഫക്ട്സ് കൺട്രോളിൽ പോവാം. അതിനകത്ത് ക്രോപ്പ് എഫക്റ്റ് സെർച്ച് ചെയ്യാം. എന്നിട്ട് അത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 12.5% വീതം ക്രോപ്പ് ചെയ്ത് കളയാം. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോ 4:3 റേഷ്യോയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങളിനി എഡിറ്റ് ചെയ്യുന്നത് 4:3 റേഷ്യോ സീക്വൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രോപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നേരെ എഫക്ട്സിൽ പോവാം. ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ എഫക്റ്റ് നമ്മുടെ മെയിൻ ഫൂട്ടേജിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് അതിൻ്റെ കർവേച്ചർ -5 സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ടൈം ലൈനിലെ ഏറ്റവും മുകളിലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ തൊട്ട് മുകളിലത്തെ ട്രാക്കിലേക്ക് മൂവ് ചെയ്യാം. എന്നിട്ട് പ്രൊജക്റ്റ് പാനലിലേക്ക് പോയിട്ട് VHS ഓവർലേ നമ്മുടെ 4ാമത്തെ വീഡിയോ ട്രാക്കിലേക്ക് ആഡ് ചെയ്യാം. ഈ ഓവർലേ 4K റെസൊല്യൂഷനാണ്. നിങ്ങളുടെ സീക്വൻസ് 4K അല്ലെങ്കിൽ ക്ലിപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റ് ടു ഫ്രെയിം സൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓവർലേൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഓവർലേ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് കൺട്രോളിൽ പോവാം. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് VHSന് പറ്റിയ ഓഡിയോ കൂടെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എഫക്ട്സിൽ പോവാം. എന്നിട്ട് ഡിസ്റ്റോർഷൻ എന്ന് സെർച്ച് ചെയ്യാം. അതിനകത്ത് ഓഡിയോ എഫക്ട്സിന് താഴെ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഓഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് എഫക്ട്സ് കൺട്രോളിലേക്ക് പോവാം. എന്നിട്ട് ഡിസ്റ്റോർഷനിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പ്രിസെറ്റ് ടാപ്പ് ഡ്രൈവ് എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഓഡിയോൻ്റെ വോളിയം കുറച്ച് കൂടിയിട്ടുണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ട്രാക്ക് മിക്സറോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലിപ്സിൻ്റെ ഓഡിയോ മാത്രമായിട്ടോ കുറക്കാം. അതിനുശേഷം നമ്മൾ നേരെ എഫക്ട്സിലേക്ക് പോവാം. എന്നിട്ട് ഹൈ പാസ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഹൈ പാസ് എന്നുള്ള ഈ എഫക്റ്റ് നമ്മുടെ ഓഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ലോ പാസ് എന്നും കൂടെ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ എഫക്റ്റ് നമ്മുടെ ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഹൈ പാസിൻ്റെ കട്ട് ഓഫ് വാല്യൂ 500 കൊടുക്കുക. അതുപോലെ ലോ പാസിൻ്റെ കട്ട് ഓഫ് വാല്യൂ 5000 കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VHS എഫക്റ്റ് റെഡിയായി. നമുക്കിനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.